ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അശ്വിന് ശ്രുതി തിരിച്ച് നാട്ടിലേക്ക് വരാൻ വേണ്ടി യാത്ര തുടങ്ങും കേട്ടോ. അങ്ങനെ അവർ തിരിച്ച് തിരുവനന്തപുരത്തേക്ക് എത്തി. അതേസമയം നമ്മുടെ ശ്രുതി ആണെങ്കിൽ അശ്വിനോട് പറയേണ്ടത്, സാർ ഇങ്ങനെ മിണ്ടാതിരിക്കല്ലേ സാർ, ഇപ്പം 3 മണിക്കൂർ എന്നോടൊന്നും വേണ്ടിയിട്ട് എനിക്കറിയാം സാർ, ഞാൻ ഒരുപാട് തെറ്റാണ് സാറിനോട് ചെയ്തത്, വലിയൊരു തെറ്റ് തന്നെയാണ് സാറിനോട് ചെയ്തത്. സാറിൻ്റെ എത്ര രൂപയുടെ ബിസിനസ് സാറിന് ഇന്ന് മുടങ്ങിപ്പോയത്, അതുമാത്രമല്ല എന്തുമാത്രം ക്രൂരതകൾ സാറിന് അനുഭവിക്കേണ്ടി വന്നു ഞാൻ കാരണം. പിന്നെ ആ തെമ്മാടികൾ എൻ്റെ കയ്യിൽ കയറി പിടിച്ചപ്പോൾ സാറിന് അവരെ അടിക്കേണ്ടി വന്നു. അങ്ങനെ സാറ് വല്ലാതെ ബുദ്ധിമുട്ടി. എനിക്കെല്ലാം നന്നായിട്ട് അറിയാം സാർ. അതുകൊണ്ട് ഞാൻ പറയണത്, ഞാൻ ആരെ സഹായിക്കാൻ നോക്കിയാലും സത്യം പറഞ്ഞാൽ അതൊക്കെ അവർക്ക് ദോഷമായിട്ടല്ല വരുന്നതെന്ന് ആലോചിച്ചിട്ട് എനിക്ക് വല്ലാത്ത വിഷമം തോന്നണം. സത്യം പറഞ്ഞാൽ സാറിൻ്റെ വണ്ടി ഡീസൽ ഒഴിച്ചത് പോലും ഞാൻ സാറിനെ ലാവണ്യ മേഡത്തിനെ ഒന്ന് കുറച്ചുകൂടി നല്ല ഒന്നാക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് പറയാണ്. പക്ഷേ എല്ലാം തന്നെ തിരിച്ചാണ് സാർ വന്നത്. ഞാൻ കാരണം സാറിന് എന്തുമാത്രം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നത് ഈ ഒരു 2 ദിവസം എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഭയങ്കര വിഷമിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. സാർ എന്നോട് എന്തെങ്കിലും പറ, 2 വഴക്കെങ്കിലും പറ സാർ, അങ്ങനെ നിങ്ങൾ സാർ എന്നോട് സംസാരിച്ചാൽ എനിക്ക് വല്ലാത്ത സമാധാനമാവും. പ്ലീസ് സാർ, ഇങ്ങനെ മിണ്ടാതിരുന്നിട്ട് എന്നെ വിഷമിപ്പിക്കല്ലേ സാർ, എനിക്കത് വല്ലാത്ത വിഷമം തോന്നുന്നു സാർ. മിണ്ടാതിരിക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല സാർ എന്നൊക്കെ ശ്രുതി പറയാണ്. പെട്ടെന്ന് അശ്വിന് ആകെ ദേഷ്യം വന്നിട്ട് അശ്വിൻ വണ്ടി നിർത്തുക കേട്ടോ. അതിനുശേഷം കുറച്ച് പോക്കറ്റിൽ നിന്ന് കുറച്ച് പൈസ എടുക്കുന്നുണ്ട്. ശ്രുതിയുടെ നേരെ നീട്ടുവാണ്. സർ എന്ന് പറയുമ്പോൾ, ഇതാ പൈസ, നീ ഇവിടുന്ന് ബസ് പിടിച്ചോ, ടാക്സി പിടിച്ചോ, ഓട്ടോ പിടിച്ചോ, എന്തിനു നടന്നു പോയാൽ പോലും എനിക്ക് കുഴപ്പമില്ല, എനിക്ക് കുറച്ച് സമാധാനം സ്വസ്ഥതയും വേണം, നീ ഇവിടുന്ന് പോകാൻ നോക്ക് സാർ. അത് എന്ന് പറയുമ്പോൾ ഗെറ്റ് ഔട്ട് എന്ന് പറയുകയാണ്. ശ്രുതി തിരിച്ചൊന്നും പറയണമെന്നില്ല കേട്ടോ. കാരണം അശ്വിൻ്റെ ആ മാനസികാവസ്ഥ ശ്രുതിക്ക് മനസ്സിലാവുന്നുണ്ട്. ശ്രുതി വേഗം വണ്ടിയിൽ നിന്ന് ഇറങ്ങുവാണ്. പക്ഷേ അശ്വിനാണെങ്കിൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ശ്രുതിയിലൊന്ന് തിരിഞ്ഞു പോലും നോക്കുന്നുണ്ട് കേട്ടോ. ശ്രുതിയാണെങ്കിൽ അശ്വിനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ശേഷം ശ്രുതി വണ്ടി എടുത്തിട്ട് അശ്വിൻ പോകുന്നുണ്ട്. ശ്രുതി ആകെ വിഷമത്തിൽ ആ നടു റോട്ടിൽ തന്നെ അങ്ങനെ നിൽക്കുക കേട്ടോ. അതേസമയം ഹോസ്പിറ്റലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്യാമാണെങ്കിൽ കുറുക്കൻ കോഴിക്കുട്ടി നോക്കണ പോലെ ഇടയ്ക്കിടയ്ക്ക് ഐസുവിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തല എത്തിച്ച് നോക്കണം. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അച്ഛന്. ആ സമയത്ത് നമ്മുടെ പ്രീതിയും അതുപോലെ തന്നെ അമ്മായിയും അമ്മയൊക്കെ ഭയങ്കര കരച്ചിലാട്ടോ. ഈശ്വര, എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മായി ഭയങ്കര കരച്ചിലാണ്. പ്രീതിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അഞ്ജലിനെ വിളിക്കുന്നുണ്ട്. അഞ്ജലി മേഡം, അശ്വിൻ സാറ് വന്നായിരുന്നു, ശ്രുതി തിരിച്ചു വന്നായിരുന്നു, ശ്രുതിയുടെ വിവരം അറിയിച്ചു മേഡം എന്നൊക്കെ പറയുമ്പോൾ, ഞാൻ അശ്വിനെ വിളിക്കാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവർ പെട്ടെന്ന് തന്നെ എത്തുമായിരിക്കും. അങ്ങനെ തന്നെ എൻ്റെ മനസ്സ് പറയണത്. പ്രീതി വിഷമിക്കൊന്നും വേണ്ട, ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ മടിക്കരുത് കേട്ടോ പ്രീതി. ശരി മേഡം, മേഡം ഒരു ഉപകാരം ചെയ്താൽ മതി, ശ്രുതി എങ്ങാനും വരുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് വരാൻ പറയുമോ, അച്ഛൻ്റെ അവസ്ഥ അത്ര ക്രിട്ടിക്കലാണ് മേഡം. ശരി, ഞാൻ വിളിക്കാം. അജയ് ഇങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ടെന്ന് ഇങ്ങനെ പറയാം, ഞങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അഞ്ജലി. ശരി മേഡം എന്ന് പറഞ്ഞിട്ട് പ്രീതി ഫോൺ വെക്കാം കേട്ടോ. അതിനുശേഷം ആകാശ് വരുന്നുണ്ട്. എന്താ ആകാശ്, വിളിച്ചിട്ട് കിട്ടിയായിരുന്നു നിൻ്റെ ചേട്ടനെ? ഇല്ല ചേച്ചി, ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുക, ചേട്ടൻ്റെ ഫോൺ ഇപ്പോഴും ഔട്ട് ഓഫ് കവറേജ് തന്നെയാണ് പറയുന്നത്. ഈശ്വര, അവനെ എങ്ങനെ ഈ വിവരം ഒന്ന് അറിയിക്കുക എന്ന് പറയുകയാണ്. ആ സമയത്ത് ആകാശ് പറഞ്ഞിട്ട്, ചേച്ചി ഞാനൊരു കാര്യം ചെയ്താലോ, ഒന്ന് ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോയിട്ട് വന്നാലോ? അത് നല്ലൊരു കാര്യമാണ്, ഈ സമയത്ത് നീ അവിടെ എത്തുന്നത് അവർക്ക് വരാത്ത സമാധാനമായിരിക്കും. എങ്കിലൊരു കാര്യം ചേച്ചി, ഞാൻ അവിടെ പോയിട്ട് അവരുടെ സിറ്റുവേഷനൊക്കെ അറിഞ്ഞിട്ട് അവർക്ക് ഇതിൽ ആവശ്യമുണ്ടെങ്കിൽ ഒക്കെ നോക്കിയിട്ടൊക്കെ വരാം എന്ന് പറയുവാണ്. അപ്പോഴേക്കും മനോരമ വരുന്നുണ്ട്. എന്തിനാണ് നീ ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്നത് എന്ന് ചോദിക്കുകയാണ്. അമ്മക്കറിയില്ലേ, ശ്രുതിയുടെ അച്ഛൻ അവിടെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുക, ഞങ്ങൾ ഈ സമയത്ത് പോകേണ്ടതല്ലേ അമ്മ എന്ന് പറയുമ്പോൾ, വേണ്ട, അവിടെ നമ്മുടെ ആരും കിടക്കുന്നില്ല, അവിടെ പോകേണ്ട ആവശ്യമില്ല, ഈ വീട്ടിൽ നിന്ന് ആരും അങ്ങോട്ടേക്ക് പോകേണ്ടതെന്ന് മനോരമ പറയാണ്. ആ സമയത്ത് അഞ്ജലിക്കൊക്കെ ദേഷ്യം വരുന്നുണ്ട്. ആ സമയത്ത് ആകാശ് പറഞ്ഞു, അമ്മ എന്ത് വർത്താനം പറയണം, നമുക്ക് ഇങ്ങനെയൊക്കെ എങ്ങനെ പറയാൻ പറ്റുന്നു? ആ കുട്ടിയുടെ അച്ഛൻ്റെ അവസ്ഥ അത്ര സീരിയസ് ആണെന്ന്. ഹോസ്പിറ്റൽ നോക്ക് ആകാശ് ബേബി, ഹോസ്പിറ്റലിൽ അങ്ങനെ പല ആൾക്കാരും കിടക്കും സീരിയസ് ആയിട്ടോ, ചിലപ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ടൊക്കെ. അങ്ങനെ അതിന് ഇവിടുത്തെ ആരും പോകേണ്ട ആവശ്യമൊന്നുമില്ല, കേട്ടല്ലോ, അവൻ പോവാൻ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മനോരമ അങ്ങോട്ട് പോകും കേട്ടോ. ആകാശിനും അഞ്ജലിക്കും വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട് മനോരമയുടെ ഈ പ്രവൃത്തിയൊക്കെ കാണുമ്പോൾ. അങ്ങനെ ശ്രുതി തിരിച്ച് വീട്ടിലേക്ക് എത്തുവാണ്. വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും വീട് ഇങ്ങനെ പൂട്ടിക്കിടക്കുവാട്ടോ. ഇവിടെ വരെ എവിടെ പോയി? അച്ഛാ, ചേച്ചി, അമ്മായി എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിളിക്കുന്നുണ്ട്. ഇവരല്ലാതെ എവിടെ പോയി എന്നൊക്കെ ആലോചിച്ചിട്ട് ശ്രുതി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് തങ്കഞ്ചേട്ടൻ പറയുന്നത്, മോളെ, തങ്കഞ്ചേട്ടാ ഇവിടെ എന്താ എല്ലാവരും എവിടെ പോയെന്ന് ചോദിക്കുകയാണ്. മോളുടെ അച്ഛനെ ചെറിയൊരു സുഖമില്ലായ്മ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുക എല്ലാവരും കൂടി. എന്ത് പറ്റി തങ്കഞ്ചേട്ടാ? മോളെ, എനിക്ക് കൃത്യമായിട്ടൊന്നും അറിയില്ല, എന്നോട് ശ്യാം വിളിച്ചിട്ടാണ് കാര്യം പറഞ്ഞത്. മോള് പേടിക്കൊന്നും വേണ്ട, മോള് വരുവാണെന്നുണ്ടെങ്കിൽ ഈ വിവരം പറയാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, മോളെ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായില്ലല്ലോ. ശരി തങ്കച്ചേട്ടൻ, ഞാൻ ഇപ്പം തന്നെ പോവാന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ അവിടുന്ന് ഓടി പോകുവാട്ടോ ശ്രുതി ഹോസ്പിറ്റലിലേക്ക്. അതേസമയം നമ്മുടെ ആകാശാണെന്നുണ്ടെങ്കിൽ അഞ്ജലി പറഞ്ഞിട്ട്, ചേച്ചി ഞാൻ അവിടെ വരെ പോയിട്ട് ഒന്ന് പെട്ടെന്ന് വരാം. ശരി ആകാശ്, നീ പോയിട്ട് വാ, പിന്നെ അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലൊക്കെ ചെയ്ത് കൊടുക്കണം കേട്ടോ എന്ന് പറയണം. ശരി ചേച്ചി എന്ന് പറഞ്ഞിട്ട് ആകാശ് ഹോസ്പിറ്റലിലേക്ക് പോകുക കേട്ടോ. അങ്ങനെ ആകാശ് ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ശ്യാമാണെങ്കിൽ വളരെയധികം വെപ്രാളപ്പെട്ടിരിക്കുകയാണ്. ഈശ്വര, അയാളെങ്ങനെ രക്ഷപ്പെടുമോ എന്നൊക്കെ ആലോചിച്ച് ആകെ വെപ്രാളപ്പെട്ടിരിക്കുകയാണ്. ആ സമയത്താണ് പെട്ടെന്ന് ശ്യാം ആകാശിനെ കാണുന്നത്. ആകാശ് അപ്പം
പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കണായിരിക്കും. ആകാശ് ഷ്യാമിനെ കാണില്ല. ആ സമയത്ത് ഷ്യാം മനസ്സിലാക്കണ്ടോ, ഓ ഇവൻ എന്തിനാ ഇവിടെ വന്നിരിക്കണത്, ഓരോരുത്തരെ കെട്ടിയെടുത്തോളും ഇങ്ങോട്ടേക്ക് എന്ന് പറഞ്ഞിട്ട് ഷ്യാം അവിടെ നിന്ന് കുറച്ച് മാറി നിൽക്കുവാണ്. ആ സമയത്ത് ആകാശ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സമയത്താണ് പ്രീതി പുറത്തേക്ക് ഇറങ്ങുന്നത് കാണണം കേട്ടോ. ആ സമയത്ത് പ്രീതി എടുത്ത് നമ്മുടെ ആകാശ് പോകുന്നുണ്ട്. പ്രീതി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ആ സർ എന്ന് പറയുന്നത്. സാർ എന്തിനാ സാർ ഇപ്പം ഇങ്ങോട്ട് വന്നത്? അത് അച്ഛന് സുഖമില്ലെന്ന് അറിഞ്ഞു, അതുകൊണ്ട് വന്നതാണ്. പ്രീതി എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ പറയണം കേട്ടോ. അച്ഛനിപ്പോൾ എങ്ങനെയുണ്ട് എന്ന് പറയുമ്പോൾ ഒന്നും പറയാനായിട്ടില്ല സർ എന്ന് പറയാണ്. സാർ ഇങ്ങോട്ട് വരണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ പേരിൽ ശ്രുതിക്ക് എന്ത്രമാത്രം പഴി കേൾക്കേണ്ടി വരും, വെറുതെ വഴക്കാക്കി കേൾക്കേണ്ടി വരും. അതൊന്നും സാരമില്ലടോ. പിന്നെ എൻ്റെ അമ്മ ഇന്ന് തന്നോട് ചെയ്തതിനേക്ക് ഞാൻ സോറി ചോദിക്കുന്നു. എനിക്ക് മാപ്പ് ചോദിക്കാനല്ലേ പറ്റുള്ളൂ, ക്ഷമിക്കണം എന്ന് പറയുകയാണ്. സാരില്ല സർ, സാർ ഈ വിവരം അറിഞ്ഞിട്ട് ഇവിടം വരെ വന്നല്ലോ, ഒന്ന് അന്വേഷിച്ചല്ലോ കാര്യങ്ങൾ, സഹായിക്കാമെന്ന് പറഞ്ഞല്ലോ, അതന്നെ സാറിൻ്റെ വലിയ മനസ്സ്. ഇനി സാർ ഇങ്ങോട്ട് വരണ്ട സർ എന്ന് പറയുന്നത് വെറുതെ പ്രശ്നം നോക്കണ്ട സർ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം പ്രീതി അവിടെ നിന്ന് പോവുകയാണ്. അത് കേൾക്കുമ്പോൾ ആകാശിനെ വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. ആകാശ് അവിടെ നിന്ന് മനസ്സ് വേദനിച്ചിട്ട് അവിടെ നിന്ന് പതുക്കെ ഇങ്ങനെ നടക്കുക കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ അശ്വിനെയാണ്. അശ്വിൻ തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അശ്വിനാകെ ദേഷ്യത്തിലാട്ടോ. അശ്വിൻ പെട്ടെന്ന് വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും രാമൻചേട്ടൻ അവിടെ ഉണ്ട്. അശ്വിൻ സാർ എത്തിയില്ല, അപ്പോൾ ശ്രുതിമോളും എത്തിക്കാണുമല്ലോ, ചിലപ്പോൾ ശ്രുതിമോളെ വീട്ടിൽ കൊണ്ട് ആക്കി കാണുമായിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അശ്വിനോട് ചോദിക്കുന്നുണ്ട്. സർ ശ്രുതിമോളെൻ്റെ പോക്കറ്റിലുണ്ട്, എന്ത് വേണം? അല്ല മോളുടെ അച്ഛൻ താഴ്ന്ന് പൊയ്ക്കേടോ എന്ന് പറഞ്ഞിട്ട് രാമേട്ടൻ്റെ അവിടെ ആട്ടിപ്പായിച്ചിട്ട് അശ്വിൻ അകത്തേക്ക് കയറുവാണ്. അതിനുശേഷം അശ്വിൻ മനസ്സിൽ വിചാരിക്കുകയാണ്, എന്നാലും എൻ്റെ സ്വഭാവം ഇങ്ങനെയൊക്കെ മാറിയത്, ആ തെമ്മാടികൾക്ക് ഞാൻ എന്തുമാത്രം അവരെ അടിച്ചത് എന്നൊക്കെ ആലോചിക്കുക. പക്ഷേ ഞാൻ എന്താ ഇങ്ങനെയായത് എന്നൊക്കെ പറഞ്ഞിട്ട് അശ്വിൻ ഇങ്ങനെ ആലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക കേട്ടോ. ആ സമയം എന്നുണ്ടെങ്കിൽ ഞാൻ ഡോക്ടറാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഓരോന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ. ആ സമയത്ത് ശ്യാമാണെങ്കിൽ ഓ പണ്ടാരടങ്ങായിട്ട് രക്ഷപ്പെടുമെന്നാണ് തോന്നുന്നത്, ലക്ഷണം കണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ ദേഷ്യം വന്നിരിക്കുന്ന സമയത്താണ് ശ്രുതി അങ്ങോട്ടേക്ക് ഓടി വരുന്നത്. ശ്രുതി ഓടി വന്നത് അമ്മേനെയും അതുപോലെ തന്നെ ചേച്ചിനെയും കെട്ടിപ്പിടിക്കുക കേട്ടോ. എന്താ അച്ഛന് സംഭവിച്ചത്? ഞാൻ വീട്ടിൽ നിന്ന് പോണവരെ അച്ഛനൊരു കുഴപ്പമുണ്ടായില്ലല്ലോ, അച്ഛൻ അതിനുശേഷം എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ പ്രീതി പറഞ്ഞിട്ട് അച്ഛൻ പെട്ടെന്ന് കുഴഞ്ഞ് വീണതാണ് മോളെ, ഹോസ്പിറ്റലിൽ ഇപ്പോൾ ആക്കിയിട്ടുണ്ട്, ഡോക്ടർക്ക് ഒന്നും പറയാൻ പറ്റില്ലെന്നാണ് പറഞ്ഞത് എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് ICU. ആ സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട്, ഇപ്പോൾ കൊണ്ടതിനേക്കാളും കുറച്ചൊരു ബെറ്റർ ആയിട്ടുണ്ട്, എന്നാലും ഒന്നും പറയാൻ പറ്റില്ല, എന്നാലും കൊണ്ടതിനേക്കാൾ ആ സീരിയസ് അവസ്ഥ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ടെന്ന് പറയാണ്. അതിനുശേഷം നമ്മുടെ എല്ലാവരും ഇങ്ങനെ പറഞ്ഞിട്ട് അവിടെ പോകുന്നുണ്ട് ഡോക്ടറുടെ. അപ്പോൾ എല്ലാവർക്കും ചെറിയൊരു സമാധാനമുണ്ട്. ശ്രുതിയാണെങ്കിൽ എല്ലാവരും കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കരയുവാണ്. ആ സമയത്ത് നമ്മുടെ ശ്യാം എന്താ ചെയ്യുന്നത് വെച്ചാൽ പതുക്കെ ആരും കാണാണ്ട് വേഗം ICUവിൻ്റെ ഉള്ളിലേക്ക് കിടക്കുവാണ്. കിടന്നതിന് ശേഷം പതുക്കെ അച്ഛൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് ഓക്സിജൻ സിലിണ്ടറിൻ്റെ ഓക്സിജൻ ലെവൽ അങ്ങോട്ട് കൂട്ടി വെക്കുക കേട്ടോ. പെട്ടെന്ന് നമ്മുടെ അച്ഛന് അശോകൻ്റെ പെട്ടെന്ന് ഇങ്ങനെ ശ്വാസം മുട്ടിൽ വരുവാണ്. ശ്വാസം എടുക്കാൻ എടുത്ത് ബുദ്ധിമുട്ട് തോന്നുമ്പോൾ ശ്യാം അത് കണ്ട് രസിക്കാട്ടോ. താൻ ചാവടോ, ചാവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ശ്യാമിൻ്റെ അവരെ ഒരു രക്ഷയില്ല കേട്ടോ. അങ്ങനെ ശ്യാം ഇങ്ങനെ അത് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഡോക്ടറോട് ശ്രുതിയും അതുപോലെ തന്നെ അത് പുറത്ത് നിന്നിട്ട് ശ്രുതി ചോദിക്കേണ്ട, അച്ഛനൊന്ന് കണ്ടോട്ടെ ഡോക്ടർ. ശരി, പക്ഷേ ഡിസ്റ്റർബ് ചെയ്ത് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുന്നത് പറയണ വളരെ ഉപകാരം ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിയും അമ്മായിയും അമ്മയൊക്കെ കൂടിയിട്ട് ICUവിൻ്റെ ഉള്ളിലേക്ക് കിടക്കുവാണ്. ആ സമയത്ത് ശ്യാം അവിടെ പെട്ടെന്ന് തന്നെ അതെല്ലാം റെഡിയാക്കി ഇങ്ങനെ ഒന്നും അറിയാത്ത പോലെ നിൽക്കുക കേട്ടോ. ഡോക്ടർ ചോദിക്കണ്ടല്ല, നിങ്ങളെങ്ങനെ ഇങ്ങോട്ട് കയറി? അല്ല, ഞാൻ അച്ഛനെ കാണാൻ വേണ്ടി കയറിയതാണ്. ആ സമയത്ത് ഡോക്ടർക്ക് ചെറിയൊരു സംശയം തോന്നുന്നുണ്ട്, പക്ഷേ ഡോക്ടർ അത് മൈൻഡൊന്നും വെക്കുന്നില്ല. ശ്രുതി എടുത്ത് പറയുന്നുണ്ട്, ഡിസ്റ്റർബ് ചെയ്ത് നല്ല മയക്കത്തിലാണെന്നൊക്കെ പറയാണ്. ശ്രുതി പെട്ടെന്ന് തന്നെ നമ്മുടെ അച്ഛൻ്റെ കൈ ഇങ്ങനെ പിടിച്ച് പൊട്ടിക്കരയും കേട്ടോ. പെട്ടെന്ന് ശ്രുതിയുടെ അച്ഛനെ ബോധം വരുന്നുണ്ട്. പതുക്കെ കണ്ണു തൊട്ട് ശ്രുതിനെ നോക്കുമ്പോൾ തന്നെ ശ്യാമിനെ കാണുമ്പോൾ ശ്രുതിയുടെ അച്ഛന് ദേഷ്യം വരുവാണ്. എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കണ്ടേ, എന്താ ശ്യാം സാറിനോട് എന്ത് പറയണമെന്ന് തോന്നുന്നു അച്ഛനെ എന്നിങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കാണിക്കുന്ന ഭാഗത്തോടെ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.